ഈ പറഞ്ഞതിലൊരു വസ്തുതയുണ്ട്. മമതാ ബാനർജിക്ക് കിട്ടേണ്ട കുറേ വോട്ടുകൾ ഈ കോൺഗ്രസ് പിടിച്ച് അവരുടെ ചില മണ്ഡലങ്ങളിലൊക്കെ ടൈറ്റ് ഫൈറ്റാണ്. വെസ്റ്റ് ബംഗാളിൽ മൊത്തം കൂടെ 213 MLA ഉണ്ട്. BJPക്ക് മൊത്തത്തിൽ 294 MLA ഉണ്ട്. 213 MLA തൃണമൂൽ കോൺഗ്രസിനുണ്ട്. BJPക്ക് 77 MLA ഉണ്ട്. പിന്നെ CPM-നും കോൺഗ്രസിനും 0 MLA ആണ്. പിന്നെ ചില ചെറുകിട കൊച്ചു പാർട്ടികളൊക്കെ ഉണ്ട്. ആൾ ഇന്ത്യ സെക്യുലർ ഫ്രണ്ട്, ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കുറേ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ്സ് ഒക്കെ കുറേ ഉണ്ട്. അവർക്കൊക്കെ ഓരോ സീറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്ക് CPM-നും കോൺഗ്രസിനും ഒന്നുമില്ല. ഇതാണ് അവസ്ഥ. ഇതിനകത്ത് CPM-ൻ്റെ കാര്യം പറയുമ്പോഴാണ് ഏറ്റവും കോമഡി. CPM ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 30-35 വർഷത്തോളം വെസ്റ്റ് ബംഗാൾ ഭരിച്ച് മുടിപ്പിച്ച് നശിപ്പിച്ച ഒരു സംസ്ഥാനമാണ്. നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടേ കൊൽക്കത്തയായിരുന്നു ആസ്ഥാനം, ക്യാപിറ്റൽ. എല്ലാ ഡെവലപ്മെൻറ്റും എല്ലാം അവിടെയായിരുന്നു വരുന്നത്. വ്യവസായം മാത്രമല്ല, വികസനം മാത്രമല്ല, അല്ലാതെ സാംസ്കാരികപരമായിട്ടും ഒക്കെ. ഇപ്പോൾ ജനങ്ങളുടെ ജീവിത നിലവാരം വരുമ്പോൾ സാംസ്കാരിക വളർച്ച ഉണ്ടാവുമല്ലോ, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാർ സോഷ്യലിസം, കമ്മ്യൂണിസം, പ്രൈവറ്റൈസേഷൻ സമ്മതിക്കത്തില്ല. മുതലാളിത്തത്തിനെതിരെ കമ്പനികളൊന്നും വേണ്ട, പ്രൈവറ്റ് കമ്പനികൾ വേണ്ട, എൻ്റർപ്രനേഴ്സ് വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ എല്ലാം ഗവൺമെൻറ് ചെയ്യാം എന്നൊക്കെയുള്ള രീതി നോക്കി അവസാനം നശിപ്പിച്ചു. ഗവൺമെൻറ്റിന് ഈ കമ്പനികളൊന്നും ലാഭകരമായിട്ടൊന്നും നടത്താനോ ടാക്സ് ഉണ്ടാക്കാനോ ഒന്നും പറ്റുന്നില്ല. മൊത്തം അഴിമതിയും കെടുകാര്യസ്ഥതയും. പിന്നെ നഷ്ടത്തിലോടുന്ന കമ്പനിയെ നിലനിർത്താൻ അല്ലാത്ത നികുതി പണം അങ്ങോട്ട് പമ്പ് ചെയ്ത് മൊത്തം നശിപ്പിച്ചൊരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. ഈ വെസ്റ്റ് ബംഗാൾ, കേരളം, ഈ തുറമുഖമുള്ള സംസ്ഥാനങ്ങൾക്ക് വികസന സാധ്യതയുണ്ട്. കാരണം വലിയ കമ്പനികൾക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് ടാക്സ് കിട്ടിയിട്ടാണല്ലോ ഡെവലപ്മെൻറ്റ്. അതേസമയം കരബന്ധിതം, ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള UP, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാനും അല്ലെങ്കിൽ ഹിമാലയൻ ബോർഡർ, ഉത്തരാഖണ്ഡ്, സിക്കിം, ജമ്മു കാശ്മീർ അതുപോലത്തെയൊക്കെ സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് സാധ്യത കുറവാണ്. കാരണം തുറമുഖങ്ങൾ, കോസ്റ്റൽ ഏരിയയാണ് ഇതിൻ്റെ പ്രധാന ഘടകം ഡെവലപ്മെൻറ്റിന്. വെസ്റ്റ് ബംഗാളിനും കേരളത്തിനുമൊക്കെ അതുണ്ട്. പക്ഷേ ഈ മുതലാളിത്ത വിരുദ്ധത, പ്രൈവറ്റൈസേഷൻ വിരുദ്ധത, എല്ലാം പബ്ലിക് സെക്ടറിൽ മതി എന്നൊക്കെയുള്ള ആ ഒരു പൊട്ടൻ നയം കൊണ്ട് തകർത്ത ഒരു സംസ്ഥാനം, കമ്മ്യൂണിസ്റ്റുകാർ തകർത്തൊരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. അങ്ങനെ അവിടുത്തെ ജനങ്ങൾ മടുത്തിട്ടാണ് തൃണമൂലിന് അവസരം കൊടുക്കുന്നത്. ഇപ്പോൾ തൃണമൂൽ, മമതയുടെ പാർട്ടി വന്നു കഴിഞ്ഞപ്പോൾ അവർ ഈ വോട്ട് ബാങ്കിന് വേണ്ടി മുസ്ലിം പ്രീണനം തുടങ്ങി. അത് BJPക്ക് അനുകൂലമായി. ഇപ്പോൾ BJP അവിടെ വളരുന്നു. ഇതാണ് അവസ്ഥ.